സംസ്കാരത്തിന് നൽകിയ പ്രാധാന്യത്തിലും ആതുര സേവന മേഖലയിൽ നൽകിയ സംഭാവനകൾ ഒരുക്കിയതിനുമാണ് സംസ്ഥാനത്തിന് സുവർണ സമ്മാനം. ഇതോടെ 12 തവണ സുവർണ പുരസ്കാരം നേടുന്ന സംസ്ഥാനമെന്ന നേട്ടവും കേരളം സ്വന്തമാക്കി. കേരളത്തിന്റെ നിറങ്ങളും കാഴ്ചകളും ഒരുക്കിയ കേരള പവലിയനിലൂടെയാണ് അന്താരാഷ്ട്ര വാണിജ്യമേളയിൽ സംസ്ഥാനം ഇത്തവണ സ്വർണ്ണ മെഡൽ വീണ്ടെടുത്തത്. 11 തവണ സ്വർണ്ണപ്പതക്കം നേടിയ കേരളം കഴിഞ്ഞ തവണത്തെ വെള്ളി മെഡലിൽ നിന്നും വീണ്ടും സ്വർണ്ണശോഭയിലേക്കെത്തി. സേവനങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയ മേളയിൽ ആതുര സേവന രംഗത്തെ സംഭാവനകളായിരുന്നു കേരള പവലിയനിലെ മുഖ്യ ആകർഷണം. തനതു സംസ്കാരത്തിന്റെ വർണ്ണക്കാഴ്ചകളും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ സമൃദ്ധിയും കേരളത്തിന് നേട്ടമായി. നഴ്സിംഗ് സേവന മേഖലയ്ക്ക് നൽകിയ പ്രാധാന്യവും പ്രാദേശിക സംസ്കാരത്തിന് നൽകിയ പ്രാമുഖ്യവുമാണ് കേരളത്തെ മികച്ച പവലിയൻ അർഹമാക്കിയതെന്ന് ജൂറി വിലയിരുത്തി. അതേസമയം വർഷങ്ങളായി കേരള പവലിയൻ ഒരുക്കുന്ന തിരുവനന്തപുരം സ്വദേശി CB ജിനനാണ് ഈ നേട്ടത്തിന് പിന്നിലെ യഥാർത്ഥ താരം. എക്സ്പോർട്ട് മെറ്റീരിയൽ, എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അവർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് സർവീസസ് കാണിക്കാൻ വേണ്ടി അവർക്ക് നമ്മളെപ്പോലെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വർഷത്തെ. വാണിജ്യ സഹമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയിൽ നിന്നും കേരളത്തിന് വേണ്ടി പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ നന്ദകുമാറും കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ ആനന്ദ് കുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. എല്ലാ സംസ്ഥാനങ്ങളും അണിനിരുന്ന മേളയിൽ ഛത്തീസ്ഗഡിനാണ് വെള്ളി മെഡൽ. 28 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പവലിയനുകളിൽ അഫ്ഗാനിസ്ഥാനും തായ്ലാന്റും സ്വർണ്ണ രജത പുരസ്കാരങ്ങൾ നേടി. തെയ്യവും തിറയും നാലുകെട്ടുമൊക്കെയായി ഒരു തനി കേരളം. പ്രഗതി മൈതാനത്തിലെ ഈ കേരളത്തിൽ നാട്ടുകൂട്ട കാഴ്ചകളുടെ പെരുമയായിരുന്നു. ഇനി സ്വർണ്ണ മെഡലിന്റെ തിളക്കവും. അന്താരാഷ്ട്ര വാണിജ്യമേളയിൽ നിന്നും ക്യാമറാമാൻ ഷിജോ M. ജെയിംസിനോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ. ക്യാൻസർ ചികിത്സ